ആലപ്പുഴയിൽ സൈക്കിളിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന യുവതി മരിച്ചു. ബീഹാർ സ്വദേശിയായ സൈറ ഖാത്തൂനാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആയിരുന്നു അപകടമുണ്ടായത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകാതെ 3 പെൺകുഞ്ഞുങ്ങളുമായി ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ഇരിക്കുകയാണ് പിതാവ്. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നത്? എന്താ സംഭവം മനീഷ്? അരുൺകുമാർ, വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുൻപിലെ വിശ്രമിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ രാത്രി 10 മണി മുതൽ ഈ മോർച്ചറിക്കും ഈ ആശുപത്രിക്ക് മുന്നിൽ തന്നെ ഉണ്ണാതെ ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന 3 പൊടി കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളാണ്. 9, 3, 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. അവരുടെ പിതാവ് ലഡു ഉണ്ട്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ആലപ്പുഴ മാന്നാറിൽ വെച്ചാണ് ഈ സൈറ ഖാത്തൂണിന് അപകടമുണ്ടായത്. ഈ സൈക്കിളിൽ ഇവരെല്ലാവരും കൂടി യാത്ര ചെയ്ത സമയത്ത് ഇളയ കുട്ടിക്ക് വീണ് പരിക്കേൽക്കുന്ന രീതിയിലേക്ക്, അതായത് കുട്ടിക്ക് പരിക്കേൽക്കും. അങ്ങനെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സൈക്കിളിൽ നിന്ന് അങ്ങനെ ശ്രമം നടത്തിയപ്പോഴാണ് സൈറ ഖാത്തൂൺ റോഡിലേക്ക് വീണത്. ആദ്യം മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് ഹെഡ് ഇഞ്ചുറി വലിയ രീതിയിൽ ഉണ്ടായതുകൊണ്ട്, സങ്കീർണമായതുകൊണ്ട് തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് എത്തി. രാത്രി 10:30 സൈറ ഖാത്തൂൺ മരിച്ചു. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാത്ത വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് പിതാവ് ലഡു ഉള്ളത്. പിതാവ് ലഡു ജോലി ചെയ്യുന്നത് ഒരു സ്വകാര്യ കുടിവെള്ള കമ്പനിയിലെ ഡ്രൈവറാണ്. അദ്ദേഹം ആ കമ്പനിയിലെ മുതലാളിയെ വിളിച്ചു, ഓണറിനെ വിളിച്ചു. പക്ഷേ അയാൾ സഹകരിക്കുന്നില്ല. അതിനുശേഷം കയ്യിൽ പണമില്ല, കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ ആശങ്കയാണ്. ഭാര്യ മരിച്ചു. 7 വർഷത്തോളമായി ഇവർ കേരളത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് നിലവിൽ ഈ ലഡു ഉള്ളത്. നിലവിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ? गांव में लेके जाएगा കുടിവെള്ള വിതരണയിലെ കമ്പനി ഓണർ നിങ്ങളെ വിളിച്ചില്ലേ? അയാളെ വിളിച്ചില്ലേ? फोन करेगा, वो नहीं आएगा, नहीं बोलता मैं नहीं आएगा, 1 रुपया नहीं देगा, मैं नहीं जानता है. പണമൊന്നുമില്ല ഇപ്പം? नहीं, पैसा है थोड़ा है, 2,000 3,000 है. കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി ഇപ്പോ? कितने साल? 6 साल हुआ. 6 साल में 7 साल हुआ. 6 साल या 7 साल हुआ. हाँ. അപകടം ഉണ്ടായത് എല്ലാവരും കൂടെ ഒരുമിച്ച് സൈക്കിളിൽ പോയപ്പോഴാണോ? नहीं. हाँ, मैं और ये इसका मम्मी वो सब्जी लेके आ रहा था. പച്ചക്കറി മേടിക്കാൻ വേണ്ടി കുഞ്ഞുമായിട്ട് സൈക്കിളിൽ പോകുമ്പോഴാണ് മറിഞ്ഞു വീണത്. അപ്പൊ കുഞ്ഞ് വീഴാൻ പോകുന്ന സമയത്ത് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് ആ സ്ത്രീ റോഡിലേക്ക് വീഴുന്നത് എന്നാണ് അവർ പറയുന്നത്. അറിഞ്ഞു ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞായിരുന്നു. സന്ദീപും അടക്കമുള്ള ആളുകൾ, സെക്യൂരിറ്റി സന്തോഷ് അടക്കമുള്ളവർ വിളിച്ചു. അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇവിടെ വന്നപ്പോൾ വളരെയേറെ സങ്കടാജനകമായ ഒരു സാഹചര്യത്തിലാണ് 3 പിഞ്ചു കുട്ടികളുമായിട്ട് പിന്നെ ഈ പിതാവ് ഇരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരടക്കമുള്ളവർ ഭക്ഷണ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ പോലും കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആത്മാർത്ഥമായ സഹായം അവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി. അവർ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എത്തുന്നത്. ഓണറെ വിളിച്ചപ്പോൾ വളരെ വിഷമകരമായ രീതിയിൽ, ഒരു മലയാളി എന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നും. ഒരു മര്യാദ, അദ്ദേഹത്തിന് സാമ്പത്തികമായി മുടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇവിടെ വന്ന് അവർക്കൊന്ന് അന്വേഷണം എങ്കിലും നടത്താമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 2 മാസമായിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇത് അപകടം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത് അവർക്കൊരു ചെറിയ അപകടം, അദ്ദേഹം വന്ന് അന്വേഷിക്കാമായിരുന്നു. അവർക്ക് ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും വേണ്ട, വെറുതെ വന്ന് നിന്നാൽ മതി. ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ചെയ്യും. താമസിക്കുന്ന ഇവിടെ मनार चीनी ताला. मनार चीनी ताला भाड़ा के कामत से. നാട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? मम्मी है, बीबी का मम्मी है, बीबी का पापा है, बीबी का भाई है, मेरा भी भाई है, बहन है, सब कोई है. हाँ, बोलेगा जो लेके आओ. आने के लिए बहुत मुश्किल है अंकल. गाड़ी डेली गाड़ी भी नहीं है. ഒന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ അവിടെ പോലീസുകാർ വന്ന് മൊഴിയെടുക്കണം. ഇവിടുന്ന് പോകാൻ ആരുമില്ല. ആകെ ഉള്ളത് ഈ മനുഷ്യൻ മാത്രമാണുള്ളത്.
അപ്പോൾ അവിടെ പോയി മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഈ കുട്ടികളായിട്ട് പോകാനുള്ള പ്രാക്ടിക്കലല്ല. അപ്പം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് മൊഴിയെടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഈ ബോഡി നാട്ടിലെത്തിക്കണം. അതിന് ആംബുലൻസിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേളിലാകും. ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഈ 3 കുട്ടികളും ഈ 4 പേരും ബോഡി അടക്കം പോകണമെങ്കിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് സാധ്യതയുണ്ട്. അതിനുള്ള പരിഹാര മാർഗ്ഗം നമ്മൾ എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട MP അടക്കമുള്ളവരെ ഇത് വിവരം ധരിപ്പിക്കുന്നുണ്ട്. അവർക്ക് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹായിക്കും ഉറപ്പായിട്ടും. വണ്ടാനം ആശുപത്രിയിലെ പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് യു എം കബീർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ ലഭിച്ച് പോലീസ് എത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തണം. അത്തരം സാങ്കേതിക നടപടികളുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളുണ്ട്. എന്താണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴുള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുൻപിലാണ്. ഇത്രയും നേരം ഈ രാത്രി വെളുത്ത് രാവിലെ ആയപ്പോൾ ഒന്നും കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെയുള്ള ആളുകളാണ് ആഹാരം വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ഈ 2ഉം 3ഉം 9 വയസ്സുള്ള കുഞ്ഞുങ്ങളുമായി എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഭർത്താവ് ലഡ്ഡു ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7 വർഷമായി ഇവിടെ ഉണ്ട്. ഇവരുടെ സ്പോൺസർ ഇവിടെ എത്തിയ ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ആ ഓണർ ഇയാളും സഹകരിക്കാത്തതും കയ്യിൽ ആപ്പാട് 2000 രൂപ മാത്രമാണ് ഇയാളുടെ പക്കലുള്ളത്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നാകാത്ത ഒരവസ്ഥയിലാണ്. MP-യോട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകാം, അവർക്കുള്ള ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഉറപ്പുവരുത്താം. അത് നമുക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മാന്നാറിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇവിടെ എത്തി മൊഴിയെടുക്കേണ്ടതുണ്ട്. അതല്ലേ നമ്മളിനി ചെയ്യേണ്ടത്? നമുക്ക് മാന്നാറുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെ ഒരു പോലീസുകാരനെ ഇവിടേക്ക് വിട്ടാൽ ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ ആ നിയമപ്രശ്നം അവസാനിക്കുമല്ലോ. പിന്നീട് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയാൽ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം ഇവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി രണ്ടാമതായി ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്ന് മൊഴിയെടുക്കുക എന്നുള്ളതല്ലേ? അതെ അരുൺകുമാർ, അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ മാന്നാറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ആ മൊഴിയെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി ആ പോലീസ് സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയായി. പിന്നീട് ഇവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ വാഹനത്തിന്റെ ചിലവോ മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോൾ നമുക്ക് ആ പണവും ഭക്ഷണവും ഒക്കെ ഉറപ്പിക്കാൻ കഴിയും. ഇനി അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാന്നാർ പോലീസ് ഇവിടെ എത്തണം. അതിന് എത്ര നേരം ഇനി എടുക്കും? ഈ ഒരു ദിവസം ഉച്ചയ്ക്ക് മുമ്പേ തന്നെ എടുക്കാൻ കഴിയും. നിലവിൽ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് മോർച്ചറിയിലേക്ക് മാറ്റിയത്. അതായത് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, വളരെ സങ്കീർണമായ അപകടമായിരുന്നു. അതിൽ പരമാവധി ഡോക്ടർമാർ ശ്രമിച്ചു, ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. അതുകൊണ്ട് തന്നെ ഭാര്യ സൈറ ജീവിതത്തിലേക്ക് മടങ്ങി വരും, ഈ 3 കുഞ്ഞുങ്ങൾക്കും തണലായി അമ്മ ഉണ്ടാകുമെന്ന വലിയ വിശ്വാസം ലഡ്ഡുവിനുണ്ടായിരുന്നു. രാവിലെ വരെ ഈ കുഞ്ഞുങ്ങളോട് ഇപ്പോഴും ഈ മരണവാർത്ത, തങ്ങളുടെ അമ്മ മരിച്ചു എന്ന കാര്യം ഈ 3 കുട്ടികളും ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നതാണ് ഈ കാഴ്ചയുടെ ഏറ്റവും ദയനീയമായ സാഹചര്യം. ആ ഇളയ കുട്ടി ഇപ്പോഴും കയ്യിലിരിക്കുമ്പോൾ ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് അറിയില്ല, ഇവിടെ വന്ന് വിശന്നിരുന്ന സമയത്താണ് ആ കുഞ്ഞ് ആഹാരം കഴിച്ചത്. രാത്രിയും ആഹാരം കഴിച്ചിട്ടില്ല, രാവിലെ വന്ന് ആഹാരം കഴിച്ചു. അങ്ങനെ 3 കുട്ടികളും തങ്ങളുടെ മാതാവ് മരിച്ചു എന്ന വാർത്ത ഇതുവരെയും അറിഞ്ഞിട്ടില്ല. പിതാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ചെറിയ പ്രായമാണ്, 30 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായം. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, ബീഹാറിലെ സ്വദേശികളാണ്. എന്താണെങ്കിലും ഈ വാർത്ത അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളത് മാന്നാർ പോലീസിനെ അറിയിക്കും. അല്പനിമിഷം ശേഷം പോലീസ് ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. മറ്റ് സഹായങ്ങളെല്ലാം ചെയ്യാനുള്ള സന്നദ്ധ പ്രവർത്തകർ പിന്നെ നമ്മളും അതിൽ ഇടപെടുന്നതായിരിക്കും. അരുൺകുമാർ. ഓക്കെ മനീഷ്, എന്തായാലും അവരുടെ സാമ്പത്തിക കാര്യം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മനീഷിനെ വിളിക്കാം. നമ്മുടെ ചാനലിൽ നിന്നുള്ള ഒരു സാമ്പത്തിക സഹായം നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം. എത്രയും പെട്ടെന്ന് മാന്നാറിൽ നിന്ന് നമുക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടുന്ന സൗകര്യം നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കാം. ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണവും നമുക്ക് നടത്താം. 1-2 പേര് ഇതിനകം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കാം. ഞാൻ MD-യുമായി സംസാരിച്ചിട്ടുണ്ട്. ഇൻട്രോഗേഷൻ അടക്കം പറഞ്ഞു. വേണ്ടി വന്നാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതശരീരം കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകൾ നമുക്ക് വഹിക്കാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടിയും കഴിഞ്ഞ് ആ കാര്യം നമുക്ക് ഉറപ്പുവരുത്തും. ഇനിയിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മാത്രം കൊണ്ട് ഈ മനുഷ്യൻ്റെ ഒറ്റയ്ക്ക് കഴിയുക ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അയാൾ പണിയെടുക്കുന്ന സ്ഥാപനമുടമ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ മനുഷ്യത്വരഹിതമായൊരു നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ പോലും ഈ സമയത്ത് ഈ മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നുള്ളതൊരു മിനിമം ഉത്തരവാദിത്വമാണല്ലോ ഒരു മുതലാളിയായിട്ട്. പലപ്പോഴും നമ്മുടെ ഈ അതിഥി തൊഴിലാളികളെ ഒന്നും മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ മനുഷ്യൻ പ്രവർത്തിച്ചിരുന്ന 4-5 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്ഥാപനത്തിൽ ഉടമ തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തം ഭാര്യ സൈക്കിളിൽ നിന്ന് വീണ് മരിച്ചു എന്നൊരു വാർത്ത പറഞ്ഞപ്പോൾ എന്നുള്ളതാണ്. ഇനി എന്തായാലും പോലീസിനെ അറിയിക്കണം. മാന്നാർ പോലീസിനെ നമ്മൾ അറിയിക്കും. മാന്നാർ പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി മൊഴിയെടുത്ത് ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നമുക്ക് ബീഹാറിൽ ഇവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കണം. ഇവരുടെ മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സഹോദരൻ്റെ വിഷമത്തിലും ആ കുഞ്ഞുങ്ങളുടെ ദൈന്യതയിലും നമ്മളും കൂടി പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും
നമുക്ക് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നിർത്തണം. 3 പെൺകുഞ്ഞുങ്ങളാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ തന്നെയാണ് നമ്മൾ അവരോടൊപ്പം ചേർന്നു നിൽക്കേണ്ടതും മനുഷ്യത്വപരമായ നിലപാടെടുക്കേണ്ടതും. എന്തായാലും ആ ഉടമ ചെയ്തത് ഒട്ടും ശരിയായ കാര്യമേ അല്ല എന്നുള്ളതാണ്. നിരവധി ആളുകളുടെ മെസ്സേജുകൾ ഇതിനകം വരുന്നു. അവരൊക്കെ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളിടത്താണ് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതിരിക്കുന്ന ഉടമയെ പോലെയുള്ള മനുഷ്യരുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം ഉണ്ടാവുന്നത്. എന്തായാലും മനീഷ്, മാന്നാർ പോലീസിനെ ഇപ്പോൾ തന്നെ നമുക്ക് അറിയിക്കാവുന്നതാണ്. നേരിട്ട് തന്നെ നമുക്ക് വിളിക്കാം. അതിനുശേഷം എപ്പോഴേക്ക് മൊഴിയെടുക്കാൻ വരുന്നു എന്നുള്ള കാര്യം അറിയിക്കാം. ഉടൻ തന്നെ നമുക്ക് മിനിമം വേണ്ടത് കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പാട് ചെയ്യാം. തൊട്ടടുത്തുള്ളൊരു ലോഡ്ജിലോ ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഇവരുടെ താമസവും തൽക്കാലത്തേക്ക് മാറ്റാം. താങ്ക് യു മനീഷാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ.